ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കുട്ടീനെയും, അതായത് ആദിനെയും അമ്മേനെയാണ്. അങ്ങനെ ശ്രുതിയുടെ അമ്മ ആദ്യം കൂടെ നേരെ ചെല്ലുന്നത് മീരയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് നമ്മുടെ ശ്രുതിയുടെ അമ്മയോട്, ഇനി ഒരിക്കലും അമ്മ ഇതുപോലെ ഒരു കാര്യം ചെയ്തു വെക്കരുത്. സത്യമായിട്ടും പറയാലോ, എനിക്ക് അമ്മേനെ എന്ത് ചെയ്യണമെന്നറിയില്ല, അത്രമാത്രം ദേഷ്യമുണ്ട്. അമ്മയുടെ ഈ ഒരു അവസ്ഥ കാരണമാണ് ഞാൻ അമ്മയോട് ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ അമ്മയൊന്ന് ഓർത്തു നോക്കിയേ, എന്നെങ്കിലും ഒരു ദിവസം ഈ കാര്യം എല്ലാവരും അറിയുമെന്നറിയാം, എങ്കിൽ പോലും ഇപ്പം അതറിയാൻ പാടില്ല. അതറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. എൻ്റെ സ്ഥാനം നഷ്ടപ്പെടാനാണോ അമ്മ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു, നീ മോളെ എന്താ ഈ പറയുന്നത്? എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല മോളെ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞു മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതെവിടെ പോയി ചെന്ന് അവസാനിക്കും, എവിടെ പോയി ചെന്ന് നിൽക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കിപ്പം എൻ്റെ ആദിമോൻ്റെ ആ ഒരു സംരക്ഷണം അതെനിക്ക് നോക്കിയേ പറ്റൂ. നീ ഒന്ന് ഓർത്ത് നോക്ക്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പറ്റുക? എന്തായിരിക്കും ഈ കുട്ടിയുടെ അവസ്ഥ? ഈ കുട്ടിക്ക് ആരുണ്ടാകും? അത് ഓർത്തിട്ടാ എനിക്ക് ആദി എന്നെപ്പോഴും നീ എന്നോട് ചോദിക്കാറുണ്ടല്ലോ, നീ പറയാറുണ്ടല്ലോ, ആദിമോനെ നീ നോക്കുന്നു. ഇതുപോലെ കാണിക്കുന്ന നീ, ഇവനെ ആൻറ്റി എന്ന് വിളിക്കാൻ പോലും അനുവദിക്കാത്ത നീ എന്ത് നോക്കും, എങ്ങനെ നോക്കും എന്നാ ഉറപ്പിരിക്കുന്നത്? എനിക്ക് യാതൊരു ഉറപ്പുമില്ല മോളെ എന്ന് പറഞ്ഞപ്പം അമ്മ ആ കാര്യം വിട്ടെ. എൻ്റെ മോന എനിക്ക് നോക്കാൻ അറിയാം. അവൻ്റെ മുമ്പിൽ വെച്ച് ഇവക കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. അവൻ്റെ മുമ്പിൽ വെച്ച് ഈ വക കാര്യങ്ങൾ സംസാരിക്കരുത്. എടി, അവന് വളർന്ന് വരിക. അവൻ ചെറുതായി അല്ല വരുന്നത്. അവൻ ഈ കാര്യങ്ങളൊക്കെ അറിയാനും ഇതൊക്കെ തിരിച്ചറിയുവാനൊക്കെയുള്ള പ്രായമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇന്ന് രേവതിയും സച്ചിയും പലതവണ നിന്നെക്കുറിച്ച് ചോദിച്ചിട്ടും കമാന്നൊരക്ഷരം മിണ്ടാത്തത് അതുകൊണ്ട് മാത്രമാണ്. നീ സൂക്ഷിക്കേണ്ടത്. ഇവൻ വളർന്നു വരുന്നതനുസരിച്ച് നീ പലതും മറന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുക, എൻ്റെ പൊന്നുമോളെ, നീ ഇത് തീക്കളിയാണ് കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട്, അമ്മേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മ എന്താ വീണ്ടും എന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ അമ്മ ആഗ്രഹിക്കുന്നത്? എങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യ്, അമ്മ ചെല്ല്, വീട്ടിലേക്ക് ചെന്നിട്ട് എല്ലാം അങ്ങ് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും, അത് പിന്നെ മോളെ നിൻ്റെ ജീവിതം സേഫായിട്ട് വെക്കാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ ഇതിനിപ്പം എന്തെങ്കിലും അറിയും. അന്ന് നീ എന്ത് ചെയ്യും? അതന്നല്ലേ, അത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, അത് ഞാൻ അന്ന് നോക്കിക്കോളാം. അമ്മ ദയവ് ചെയ്ത് ഇപ്പം മീരയുടെ വീട്ടിലൊരു 3-4 ദിവസം നിൽക്കുക. ഇവിടെ നിന്ന് എങ്ങോട്ടേക്കും പോകരുത്, പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ആദീനെ പുറത്തേക്ക് വിടാൻ പാടില്ല. ഇനി എങ്ങാനും ആ രേവതിയുടെയും സച്ചിയുടെയും മുമ്പിൽ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ സംശയം കൂടുള്ളൂ. ഇപ്പം തന്നെ രേവതിക്ക് എല്ലാം അറിയാം. രേവതി സച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടതാ. അവൾക്ക് അമ്മേനെ സംശയമുണ്ടെന്നും എന്നെയല്ല എങ്കിലും അമ്മയുടെ മകളെ സംശയമുണ്ടെന്നും അമ്മയുടെ മകൾ ആരാണെന്ന് അറിയാതിരിക്കാനാണ് അമ്മ ഇതുപോലെ നുണകൾ പറയുന്നതെന്നും അവൾക്ക് അത്രയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ബാക്കി അവൾ ഇനി മനസ്സിലാക്കിയെടുക്കില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മ പുറത്തിറങ്ങാൻ പാടില്ല. ഒരു 3-4 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അമ്മ വിധിയും കൊണ്ട് തിരിച്ചു വരാനും പാടില്ല. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലേ അമ്മ മീരയോട് പറഞ്ഞാൽ മതി. മീര എന്നോട് പറഞ്ഞോളൂ, ഞാനപ്പോൾ ഇവിടെ വന്നോളാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും അമ്മ ഞാൻ പറയുന്ന വാക്കൊന്ന് കേൾക്കമ്മേ എന്ന് പറഞ്ഞപ്പം അത് പിന്നെ നമ്മൾ രേവതിയോടും സച്ചിയോടൊന്നും പറയാതെയല്ലേ മോളെ വന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, അവരെന്ത് പാവങ്ങളാ. അതുകൊണ്ടല്ലേ ആ റോട്ടിൽ നിന്ന് എന്നെ രക്ഷിച്ചവർ കൊണ്ടുപോയത്. എന്നിട്ടും ഞാൻ അവരോട് കാണിക്കുന്നത് വെറും ക്രൂരതയല്ലേ, വഞ്ചനയല്ലേ. അമ്മേ, ഞാൻ പറഞ്ഞു അവർ നല്ലവരായിരിക്കാം, പക്ഷേ എനിക്കവർ നല്ലതൊന്നുമല്ല ചെയ്യുന്നത്. എനിക്കവർ ചെയ്യുന്നത് എൻ്റെ അവസ്ഥ കാരണമായിരിക്കാം എനിക്ക് ദോഷമായിട്ട് വരുന്നത്. അതുകൊണ്ട് അമ്മ ഞാൻ പറയുന്നത് കേക്ക്. രേവതിനെയും സച്ചിനെയും ഒരു അമ്പലത്തിലെ വിഗ്രഹമായിട്ടൊന്നും അമ്മ ഇരുത്തണ്ട. ഇത്ര മാത്രം രേവതിനെയും സച്ചിനെ ആരാധിക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, രേവതിയും സച്ചിയും അമ്മയുടെ മകൾക്ക് ദോഷം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി അത് മാത്രം അമ്മ പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് അമ്മയ്ക്ക് രേവതിയും സച്ചിയാ വലുതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അമ്മ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യ്, എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ആ വീട്ടിൽ നിന്നും നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല, നമ്മുടെ ചന്ദ്രയുടെ അടുത്തേക്കാണ് കേട്ടോ.
അങ്ങനെ ശ്രുതിയുടെ അമ്മയും കുഞ്ഞും ആ വീട്ടിൽ തനിച്ചിരിക്കുകയാണ്. മീര ആ സമയത്ത് അവിടെ ഇല്ല. മീര ഉടനെ തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ അമ്മ പറയുന്നത് 100% നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് ശ്രുതി അംഗീകരിക്കാൻ തയ്യാറുമല്ല. ഇത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുധീനെയും ചന്ദ്രനെയാണ് കേട്ടോ. അങ്ങനെ സുധി ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയേ. സുധി ജോലിയൊക്കെ കഴിഞ്ഞ് നേരത്തെയാണ് വീട്ടിലേക്ക് എത്തിയത്. ജോലി കഴിഞ്ഞല്ല, പാർക്കിൽ പോയി തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് വന്നതാണ് പുള്ളിക്കാരൻ. ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അല്ല മോനെന്താ ഇത് നേരത്തെ വന്നത്? അത് പിന്നെ അമ്മേ ഞാൻ പാർക്കിൽ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വന്നത്. ഓ, ഞാൻ ആ കാര്യം അങ്ങ് വിട്ടുപോയി. എന്ത് ചെയ്യാനാമേ, എനിക്ക് ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാ. ഇതൊക്കെ അങ്ങ് തുറന്ന് ശ്രുതിനോട് പറഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചുമ്മാ പേടിച്ചു വിറച്ചിങ്ങനെ നടക്കേണ്ട കാര്യമില്ലല്ലോ. നീ ശ്രുതിയോട് നിനക്ക് ജോലിയില്ലെന്ന് പറയാന്, നിന്റെ ജോലി പോയെന്ന് പറയാന്, ദേ ചെറുക്ക ഞാൻ ഒരൊറ്റെണ്ണം വെച്ച് തന്നാണ്ടല്ലോ, അതെങ്ങാണോ അവൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്ക് ശ്രുതി. ഇന്ന് ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നു, ഇന്ന് ഈ വീട്ടിൽ എത്ര പ്രശ്നം ഉണ്ടായത് നിനക്കറിയാലോ. രേവതിയും സച്ചിയും കൂടെ നിന്നെയും ശ്രുതിനെയും എന്തുമാത്രം അപമാനിച്ചു. അപ്പൊ അവൾ എന്താ പറഞ്ഞത്? അടുത്ത മാസം മുതൽ ശ്രുതിയുടെ ശമ്പളം അത് വീട്ടു ചെലവിന് എടുത്തേക്കാന്ന്. എന്നിട്ട് ഇപ്പൊ എന്താ, നിനക്ക് ജോലിയുണ്ടോ? നീ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കി കൊടുക്കും? നിനക്ക് ഇതിനെക്കുറിച്ച് വല്ല ഇതും ഉണ്ടോ? അതുകൊണ്ട് ഞാൻ പറയാ ശ്രുതിനെ ഇനി ദയവ് ഇത് നീ ടെൻഷൻ അടുപ്പിക്കരുത്. അവള് ടെൻഷനൊക്കെ അടിച്ചു കഴിഞ്ഞാലേ ചിലപ്പോൾ നിന്നെ ഇട്ടിട്ട് പോയെന്ന് വരെ വന്നേക്കാം. അയ്യോ അമ്മേ, അങ്ങനെ ശ്രുതി എന്നെ ഇട്ടിട്ട് പോവോ? ഇട്ടിട്ട് പോകും. നിന്റെ ഈ സ്വഭാവത്തിന് ചിലപ്പോൾ ഇട്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ എന്ത് സ്വഭാവം അമ്മേ, എനിക്കറിയില്ല ഞാൻ എന്താ ഇങ്ങനെയെന്ന്. ഇത്രയും പഠിച്ചിട്ടും ഒരു ജോലി സെറ്റാകുന്നില്ല. എനിക്കറിയില്ല. സാധാരണക്കാരെ പോലെ സമ്പാദിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. അതെ, നീ ജോലി ചെയ്യാൻ പോയാൽ ജോലി ചെയ്യണം. എടാ, കുറച്ച് നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്യണം. അതങ്ങനെയാ. നിനക്ക് അതൊന്നും പറ്റില്ലല്ലോ. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യുക, വേറെ വല്ലയിടത്തും ജോലി അന്വേഷിക്കുക. അതിനോടൊപ്പം തന്നെ ശ്രുതി ഇതൊന്നും അറിയാതെ സൂക്ഷിക്കുക വേണം. അത് നീ ചെയ്തില്ലെങ്കിലേ നിന്റെ ജീവിതം തന്നെ തകർന്നു പോകും എൻ്റെ ശ്രുതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത്. ശ്രുതി കയറി വരുന്നത് തന്നെ നമ്മുടെ ശ്രുതിനെ കണ്ടതും, അയ്യോ എന്തു പറ്റി, ഇന്ന് നേരത്തെ ജോലിയൊക്കെ തീർന്നോ? അത് പിന്നെ എൻ്റെ ജോലിയൊക്കെ ഞാൻ നേരത്തെ തീർത്തു ശ്രുതി. ആണോ? അല്ല, നിനക്ക് എന്താ പറ്റിയത്? ആകെ വല്ലാതെ ടയർഡായിട്ടിരിക്കുന്നല്ലോ, മുഖത്തൊക്കെ ഒരു ക്ഷീണം. അതെയല്ലോ എൻ്റെ മോളെ, നിന്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണം ഉണ്ടല്ലോ. എന്തു പറ്റി മോളെ നിനക്ക്? അല്ല, വല്ല ടെൻഷനും ഉണ്ടോ? ഹേയ്, ഒന്നുമില്ലമ്മേ. എന്ത് ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല. പിന്നെ ഇന്ന് ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ക്ലയൻസ് ഒക്കെ കുറച്ച് കൂടുതലൊക്കെ ആയിരുന്നു, അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് മുഖത്ത്. എങ്കിൽ മോളൊരു കാര്യം ചെയ്യുക, ഇവിടെ ഇരിക്കുക. ഈ അമ്മ പോയി മോക്ക് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഓറഞ്ച് ജ്യൂസ് വേണോ ബദാം ജ്യൂസ് വേണോ, എന്താ മോക്ക് വേണ്ടത്? അല്ലെങ്കിൽ ബദാം ഷെയ്ക്ക് ഉണ്ടാക്കട്ടെ? ബദാം ആകുമ്പോഴേ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും ക്ഷീണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറും. അമ്മേ, എനിക്കിപ്പോൾ തൽക്കാലം ഒന്നും വേണ്ട, ഞാനിന്ന് റൂമിൽ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി റൂമിലേക്ക് പോവുകയാണ്. അതിൻ്റെ പുറകെ ശ്രുതിയും പോയിട്ട് ശ്രുതിയുടെ പുറകെ തന്നെ ശ്രുതിയും കൂടെ റൂമിലേക്ക് പോയി. ഇതിന് ശേഷം രവീന്ദ്രൻ വന്ന് ഇങ്ങനെ സോഫയിലൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്ര വരുന്നത്. ചന്ദ്ര വന്നിട്ട്, നിങ്ങളെവിടെ പോയേക്ക് വരുന്ന മനുഷ്യ, നിങ്ങൾക്ക് ആ യൂണിയൻ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലല്ലോ, നിങ്ങൾ ഏത് നേരം യൂണിയൻ ഓഫീസും കയറി തെണ്ടി നടന്നോളാൻ പറഞ്ഞപ്പം, അതെ ഞാൻ യൂണിയൻ ഓഫീസിൽ പോയത് കൊണ്ട് ചന്ദ്രേ എനിക്ക് ഇത്രയും വേഗം പെൻഷൻ റെഡി ആയിട്ട് കിട്ടിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. അതുകൊണ്ട് യൂണിയൻ ഓഫീസിന് നീ കുറ്റമൊന്നും പറയണ്ട. അല്ല, എന്നിട്ട് നിങ്ങൾക്ക് പെൻഷൻ കിട്ടാൻ തുടങ്ങിയില്ലല്ലോ. പെൻഷനൊക്കെ കിട്ടാൻ തുടങ്ങും. അപ്പൊ സച്ചി രേവതി ഇങ്ങ് വണ്ടിയിൽ വന്ന് ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ സച്ചി രേവതിയും വണ്ടിയിൽ വന്ന് ഇറങ്ങി അകത്തേക്ക് കയറി വരികയാണ്. അകത്തേക്ക് കയറി വരുന്ന ഉടനെ തന്നെ ചന്ദ്ര ചോദിച്ചു, ഓ അല്ല, നിന്റെ തോളത്ത് കുഞ്ഞുങ്ങളെയൊന്നും കണ്ടില്ലല്ലോ. അല്ല, വഴിയിൽ നിന്ന് വേറെ വല്ല കുഞ്ഞുങ്ങളെ കിട്ടുവാണെങ്കിൽ തൂക്കിയിട്ട് തോളത്ത് കയറ്റിക്കൊണ്ടെങ്കിൽ പോരത്തില്ലായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നിട്ട്, ഓ ഇനിയിപ്പോൾ അതെൻ്റെ മേലെ കയറി പിടിച്ചോ? അതെ, ഞങ്ങൾ വഴി കിടക്കുന്ന കുഞ്ഞുങ്ങളെ ചിലപ്പോൾ എടുത്തോണ്ട് വന്നെന്നിരിക്കും, ചിലപ്പോൾ അവരെ നോക്കിയെന്നിരിക്കും, ചിലപ്പോൾ അവരെ വളർത്തിയെന്നിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ. അതുകൊണ്ട് അമ്മയുടെ കാര്യം നോക്ക്. അല്ല സച്ചി, എന്താ ഈ ചന്ദ്ര പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് രവീന്ദ്രൻ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അമ്മയ്ക്ക് പറയാലോ എൻ്റെ പൊന്നച്ച, ഇന്നൊരു സംഭവം നടന്നു. നമ്മുടെ ആൻറ്റിയില്ലേ, ആദിയുടെ അമ്മ, അന്നിവിടെ രേവതിയുടെ താലിമാറ്റൽ ചടങ്ങിന് വന്ന ആ സ്ത്രീയോ? അത് തന്നെ. ആ സ്ത്രീക്ക് ചെറിയതായിട്ടൊരു തലകറക്കമൊക്കെ വന്നു. ഏതായാലും ഞങ്ങളുടെ മുമ്പിൽ വന്ന പെട്ടത്. അവരിവിടെ അവരുടെ മകളെങ്ങാണ്ട് ഇവിടെ അടുത്തുണ്ട്, അതുകൊണ്ട് അവരെ കാണാൻ വേണ്ടി വന്ന. ഞങ്ങൾ ഏതായാലും ഹോട്ടലിൽ നിന്നൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിടക്കുന്നു ആ സ്ത്രീയും നമ്മുടെ ആദിയും. അപ്പൊ പിന്നെ ഞാൻ ആ സ്ത്രീ എടുത്തോണ്ട് പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു.
അപ്പോഴത്തേക്കാണ് അവര് BP കുറച്ച് കൂടിപ്പോയെന്നും കുറച്ച് നേരം കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞത്. സത്യമായിട്ട് ഞങ്ങൾ പേടിച്ചു പോയേ. ആ കുട്ടീനെയും കൂടി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പം തുടങ്ങിയതാ അമ്മയുടെ ഈ ക്രിമികടി. ഇത് മാറത്തില്ലല്ലോ, ഒരിക്കലും മാറത്തില്ലല്ലോ. ഓ, ഇങ്ങനെ ഒരു മനസാക്ഷിയില്ലാത്ത സ്ത്രീ, ഇതിനൊക്കെ അമ്മന്നൊക്കെ എങ്ങനെ വിളിക്കാൻ പറ്റുന്നു അച്ഛാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, സച്ചി നീ അതൊക്കെ വിട്. അതെ, നീ ഒരു കാര്യം ചെയ്യുക. ആ സ്ത്രീ ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആയി പോയോ? ആ, ഡിസ്ചാർജ് ആയി പോയി. പക്ഷേ ഡിസ്ചാർജ് ആയി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. ബില്ലടയ്ക്കാനായിട്ട് പൈസ എടുത്തോണ്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീയും ഇല്ല. ആ സ്ത്രീ കിടന്നെടുത്ത് ഒരു കൂടെയില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം വേറൊന്നുമല്ല, ഈ രേവതി പറയുന്നത് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നോ പുള്ളിക്കാരി എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്തെങ്കിലും ആട്ടെ, ഏതോ റിലേറ്റീവ് വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നൊക്കെ ഒരു അവിടെ നമ്മൾ ആ റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അല്ല സച്ചി, എങ്കിൽ പിന്നെ നമ്മുടെ അച്ഛമ്മയുടെ വീടിൻ്റെ അടുത്തല്ലേ, എന്നാ പിന്നെ ഒന്ന് തിരക്കാൻ പറ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഇത് കേട്ട് നമ്മുടെ ശ്രുതി വരികയാണ്. ശ്രുതി വരികയാണ്. ശ്രുതിയുണ്ട്. ശ്രുതി പേടിച്ചു പോവാണ് കേട്ടോ. ഇനിയിപ്പം അവിടെ അച്ഛമ്മയോട് പറയുക, അച്ഛമ്മ പോയി തിരക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങാണം ഈ ശ്രുതിയാണ് ആ കല്യാണി എന്നെങ്ങാണം തെളിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ, അതോഗതി ആയില്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ശ്രുതി പേടിച്ചിങ്ങനെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം അതൊക്കെ ഒരു പൊതി ഇങ്ങനെ എടുത്തു. പൊതി ഇങ്ങനെ അരക്കട്ടെന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ആ പൊതിയിലേക്ക് നിൽക്കുക. അപ്പം സച്ചി ചോദിച്ചു, ഇതെന്താ വെച്ചാ? ഇത് വേറൊന്നുമല്ല, ഇത് 1,00,000 രൂപയുണ്ട്. അയാൾ തരാന്ന് പറഞ്ഞില്ലേ, ആ ഓഫീസർ, ആ പുള്ളിക്കാരൻ തന്ന പൈസയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്രയുടെ കണ്ണിൽ അങ്ങോട്ട് തിളക്കുമായിരുന്നു കേട്ടോ. ചന്ദ്ര ഓടി ചെന്നിട്ട് 1,00,000 രൂപ കിട്ടിയോ ഇത്ര പെട്ടെന്ന്? 1,00,000 രൂപ കിട്ടി ചന്ദ്ര. അപ്പോഴത്തേക്ക് ശ്രുതിയാണെ ഇങ്ങനെ അതിൽ തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, കണ്ണെടുക്കുന്നില്ല കേട്ടോ, അതിൽ തന്നെ നോക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്ക് സച്ചി നോക്കിയപ്പോൾ ശ്രുതിയുടെ കണ്ണ് നേരെ ആ ഒരു പൊതിക്കകത്താണ് കേട്ടോ. അപ്പൊ സച്ചി പത്തി അവിടെ തന്നെ എണീറ്റു. അച്ഛാ, ഇത് എത്ര ലക്ഷം രൂപയുണ്ടെന്നാ പറഞ്ഞത്? ഇത് 1,00,000 രൂപയുണ്ട് മോനെ. എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് അച്ഛൻ ഇത് ഡെപ്പോസിറ്റ് ചെയ്യാതെ വയ്ക്കോ. ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുപോയി ഇടാൻ നോക്ക്. ഇല്ലെങ്കിൽ ഈ പൈസ ഇതൊരു തനി പൈസ അച്ഛന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, അല്ല സച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് എന്തിനാ എൻ്റെ ഭർത്താവിൻ്റെയും മുഖത്തേക്ക് നോക്കുന്നത്? ഇവിടെ ഉണ്ടല്ലോ ഒരു കള്ളനുണ്ടല്ലോ, ഈ വീട്ടിൽ ഉള്ള ആകെ കള്ളൻ എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവ് സുധിയെ 1 രൂപ എവിടെ ഇരുന്നാലും അവൻ കട്ടോണ്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇവൻ 50 ലക്ഷം രൂപ കട്ടോണ്ട് പോയല്ലോ, അതുപോലെ ഈ പൈസ ഇവൻ കട്ടോണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. കള്ളൻ, പേരും കള്ളൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, സച്ചി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അന്ന് അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ശ്രുതി കട്ടോണ്ട് പോയതൊന്നും അല്ലല്ലോ. ശ്രുതിനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹം നടത്താൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി നാട് വിട്ടു പോകാൻ വേണ്ടിയല്ലായിരുന്നോ? അല്ലാതെ ഒരിക്കലും ശ്രുതി അത് കട്ടോണ്ട് പോയതൊന്നും അല്ല. അയ്യോ എടി ഭാര്യയെ, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യാൻ വരല്ലേ. ഇവന്റെ സ്വഭാവം ചെറുപ്പത്തിലേ മുതൽ എനിക്കറിയാം. ഇവനെ പേരും കള്ളൻ. ഇവൻ ചെയ്ത കാര്യം ഇവൻ സമ്മതിക്കത്തുമില്ല. കട്ട മുതൽ ഇവൻ എവിടെ കൊണ്ടുപോയി കളയുകയും ചെയ്യും. അവനോട്ട് ഉപകരിക്കുവോ? അതും ഇല്ല താനും. അവന് അതൊന്നും സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവുമില്ല, പ്രാപ്തിയില്ല. അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തിനെങ്കിലും വിജയം ഉണ്ടായിട്ടുണ്ടോ? അല്ല അവൻ രാവിലെ ഒന്നും പോകുന്നുണ്ടല്ലോ ജോലിക്കാന്നും പറഞ്ഞ്. അവൻ ഇവിടുന്ന് ജോലിക്കാന്നും പറഞ്ഞ് പോയി വേറെ എവിടെയെങ്കിലും ചുറ്റിക്കറങ്ങി നടക്കുവാണോന്നേ ദൈവം തമ്പുരാനേ അറിയത്തുള്ളൂ. ഇവന്റെ സ്വഭാവം അനുസരിച്ച് അതാകാനാ ചാൻസ് കൂടുതൽ. കാരണമുണ്ട്, ഇവനെ രാവിലെ പോയിട്ട് നേരത്തെ തന്നെ ഇങ്ങോട്ട് വരും. അല്ല 9 മണിയാകുമ്പോഴത്തേക്കും ഏതെങ്കിലും 10 മണിയാകുമ്പോഴത്തേക്കും ഏതെങ്കിലും ഓഫീസിൽ ചെല്ലാൻ ഒരു കുഴപ്പമില്ലാതെ കയറി ചെല്ലാൻ പറ്റുമോ? ഇപ്പം എല്ലാ ഓഫീസിലും നിർബന്ധമായിട്ട് പഞ്ചിങ്ങൊക്കെ ഉള്ളതല്ലേ. ഇതിപ്പം ഇവന് അതൊന്നുമില്ല. അപ്പം പിന്നെ മിക്കവാറും ഇവന് ജോലിയും കാണില്ല, കൂലിയും കാണത്തില്ല, ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരിക്കും. ഇത് കേട്ടത് ചന്ദ്രയും നമ്മുടെ ശ്രുതിയും ഞെട്ടിപ്പോയി. ചന്ദ്ര പറഞ്ഞു, പിന്നെ നീ പറയുന്ന പോലെയല്ലേ കാര്യങ്ങളൊക്കെ, നീ പറയുന്ന പോലെ ഒന്നും അല്ല. അവൻ മര്യാദയ്ക്ക് ജോലി എടുത്ത് പണിയെടുക്കുന്നുണ്ട്. അവന് അടുത്ത മാസം മുതൽ ഈ വീട്ടിലെ ഈ കുടുംബം നോക്കുകയും ചെയ്യും. അപ്പം നിനക്ക് മനസ്സിലാവും സച്ചി എന്ന് പറഞ്ഞപ്പം നോക്കിയാൽ മതി, നോക്കുന്നതിനൊരു പ്രശ്നമില്ല, അപ്പം നോക്കണം. ഏതായാലും അച്ഛാ ആ പൈസ അച്ഛന് ഒരിക്കലും സുധീനെ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, സുധീനെ അല്ല ഏൽപ്പിക്കുന്നത്, ആ പൈസ എനിക്ക് താ ചന്ദ്രേട്ടാ. എല്ലാ പൈസയും കിട്ടുമ്പോൾ ചന്ദ്രേട്ടാന്നല്ല കേട്ടോ, സോറി രവിയേട്ട, എല്ലാ പൈസയും കിട്ടുമ്പോൾ രവിയേട്ടന് എനിക്കല്ലേ തരുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാ, ഇവളുടെ കൈ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളത് നശിപ്പിക്കുകയൊന്നുമില്ല സച്ചി. ഏതായാലും ഈ പൈസ ഇവളുടെ കൈ തന്നെ ഇരിക്കട്ടെ.
ഏത് പണ്ട് മുതലേ ഞാൻ ഇവളുടെ കയ്യിലല്ലേ പൈസയൊക്കെ സൂക്ഷിക്കാൻ കൊടുക്കുന്നത്, ഇപ്പോഴും ഇവളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ അങ്ങോട്ട് ചന്ദ്രയുടെ കയ്യിലങ്ങ് കൊടുത്തു. അയ്യോ, ചന്ദ്രയ്ക്ക് ഇതിൽ പരം സന്തോഷം വേറെ ഉണ്ടോ? ചന്ദ്ര ആ പൈസയായിട്ട് നേരെ പോയി, ബാക്കി എല്ലാവരും അവരവരുടെ റൂമിലേക്കും പോയി. സുധി ജീവനും കൊണ്ട് നേരെ ചെല്ലുന്നത് ചന്ദ്രയുടെ മുമ്പിലേക്ക്. ചന്ദ്രയോട് പറഞ്ഞു, അമ്മ ഈ പൈസ എന്തിനാണ് നീ ചോദിക്കുന്നത്? ഈ പൈസ നീ നോട്ടമൊന്നും വെക്കണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്കിക്കോ, ഇതെനിക്കേ എൻ്റെ ഭർത്താവ് തന്നെ പൈസയാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അത് നേരെ റൂമിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. എവിടെന്ന്? സുധിക്ക് കൊടുക്കുന്ന ഒരു പ്രതീക്ഷ സുധിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് സുധിക്ക് ചന്ദ്ര കൊടുക്കുന്നില്ല കേട്ടോ. നേരെ ചന്ദ്ര കൊണ്ടുപോയി അലമാരയ്ക്കകത്ത് വെക്കുകയാണ്. സുധിക്ക് അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. ഏതായാലും സുധിക്ക് ആ പൈസയിൽ നോട്ടമുണ്ട്. ഉടനെ തന്നെ സുധി ആ പൈസ പൊക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ സുധി ആ പൈസ പൊക്കുന്നതും അതുപോലെ തന്നെ ഇനി പല പല കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ അനിയൻ ഒരു കള്ളനാകുന്ന ഒരു നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രേവതിയുടെ അനിയൻ സച്ചിയുടെ ബൈക്കൊക്കെ മോഷ്ടിക്കാൻ ശ്രമിച്ചായിരുന്നല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അറിയുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. പിന്നെ കുറച്ച് പനിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ശബ്ദത്തിനും ഒക്കെ വല്ലാത്തൊരു മാറ്റം ഉണ്ട് കേട്ടോ. ഒത്തിരി ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പറ്റുന്നില്ല. തൊണ്ടയ്ക്ക് നല്ല വേദനയുണ്ട്. അപ്പം അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കണ്ടേക്കാം, അനുഭവപ്പെട്ടേക്കാം കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.